ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്രേസി വെജ്. ഇന്ന് ഞാൻ ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് കേസരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കേസരി ഒരുവിധം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും. ഇതിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ അരക്കപ്പ് നെയ്യാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അരക്കപ്പ് നെയ്യിലാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ നിന്ന് ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യ് ഒന്ന് ചൂടാവുമ്പം അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഒരു 8-10 എടുത്തിട്ടുണ്ട്. അത് ഒന്ന് മുറിച്ചിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിസ്മിസ് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. ഞാനിവിടെ അത് ഒഴിവാക്കിയിരിക്കുകയാണ്. ഇനി ഇത് റോസ്റ്റ് ചെയ്ത് മാറ്റിയ ശേഷം അതേ നെയ്യിലേക്ക് തന്നെ 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് റോസ്റ്റഡ് ആയിട്ടുള്ള റവ പാക്കറ്റിൽ വാങ്ങിയതാണ്. പക്ഷേ ഇത് വീണ്ടും നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം, എന്നാലേ നമ്മുടെ കേസരി പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഇത് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ 5 മുതൽ 7 മിനിറ്റ് വരെ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കളർ മാറാൻ പാടില്ല, പക്ഷേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരണം. ഈ രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പം ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റി വെച്ചിട്ട് അതേ പാനിലേക്ക് തന്നെ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മൾ റവ അളന്നെടുത്തത് അതേ പാത്രത്തിൽ തന്നെ 2 കപ്പ്, ഗ്ലാസ്സിലാണെങ്കിൽ അങ്ങനെ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. നല്ല ലൂസായിട്ട് വേണമെങ്കിൽ 2.5 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് അത് അടച്ചു വെച്ച് ആ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളച്ച വെള്ളത്തിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് ഇളക്കിയിട്ട് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന റവ ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇളക്കുന്ന സമയത്ത് ഒന്ന് കട്ട പിടിച്ച് വരും, പക്ഷേ അത് കുറച്ച് നേരം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തനിയെ കട്ട മാറിക്കോളും. ഇപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ആ വെള്ളം പെട്ടെന്ന് തന്നെ റവ അബ്സോർവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഏറ്റവും സിമ്മിലേക്ക് മാറ്റിയ ശേഷം 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ റവ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് വേവിച്ചെടുത്തു. റവ കുക്കായ ശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കുമ്പോൾ തന്നെ നല്ല പാകത്തിനുള്ള മധുരത്തിൽ കിട്ടും. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാണ്. അപ്പോൾ ഈ പഞ്ചസാര മെൽറ്റായി വരുന്നതനുസരിച്ച് അത് ലൂസായിട്ട് വരും. അപ്പോൾ ഈ ലൂസായി ഇതിലുള്ള വെള്ളം മുഴുവനായിട്ടും അബ്സോർബ് ആവുന്ന വരെ ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി പഞ്ചസാരയുടെ വന്ന വെള്ളം മുഴുവൻ അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ആ നെയ്യൊന്ന് അബ്സോർബ് ആക്കി എടുക്കുക. നെയ്യ് അതിലേക്കൊന്ന് ചേർന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഫുഡ് കളർ ചേർക്കുകയാണ്. ഓറഞ്ച് റെഡ് കളറാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ യെല്ലോ കളർ ചേർത്ത് കൊടുക്കാം. ഒരു 8-10 ഡ്രോപ്സ് ആണ് ഇടുന്നത്. ഇനി അല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരത്തില്ല. കാഴ്ചയിൽ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കളർ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന നെയ്യ്, നമ്മൾ 1/2 കപ്പ് നെയ്യാണ് മൊത്തത്തിൽ എടുത്തിരുന്നത്. അതിൽ ബാക്കി വന്ന നെയ്യ് മുഴുവനായിട്ടും ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ നെയ്യും കൂടി ഈ റവയിലേക്ക് അബ്സോർബ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയും നെയ്യ് ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ മാത്രം നല്ല പെർഫെക്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള കേസരി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. വാങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഇളക്കി വാങ്ങാം. അപ്പോൾ വാങ്ങുമ്പോൾ ഇത് ഒരു നെയ്യ് തടവിയ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മേളിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത കാഷ്യൂസ് ഇട്ട് തണുക്കുമ്പോൾ കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു ബൗളിലേക്ക് പകർന്നിട്ട് ആ ബൗളിൻ്റെ ഷേപ്പിൽ നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ഇഷ്ടം പോലെ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ കേസരി ഉണ്ടാക്കിയിട്ട് പെർഫെക്റ്റ് ആകാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്